അച്ഛനോ? അച്ഛനെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ? ആ, 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുമെന്ന് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ എൻ്റെ മോൾക്ക് ഞാനിപ്പോൾ വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഇവിടെ വരേണ്ട ഒരു കാരണം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു. എന്തിയേ നിന്റെ മകൻ? അമ്പലത്തിലെ ഉത്സവം നടക്കുമല്ലേ, അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും അവിടെയാ. ലക്ഷ്മി, നീ പോയാണെങ്കിൽ അച്ഛനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. എനിക്ക് മാത്രം പോരാ, ഇവർക്ക് രണ്ടുപേർക്കും കൂടെ എടുത്തോ. ഇവർ 2-3 ദിവസം ഇവിടെ കാണും. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നത് ആനന്ദ. എന്താ എൻ്റെ മരുമോൻ്റെ മുഖത്ത് ചെറിയൊരു ഗൗരവമൊക്കെ ഉണ്ടല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ. അച്ഛൻ എന്തോ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഗൗരവ വിഷയമായിരിക്കുമല്ലോ, അതിനെപ്പറ്റി ചിന്തിച്ചതാ. എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് ഞാനിപ്പോൾ പറയുന്നില്ല. കുട്ടികളൊക്കെ അമ്പലത്തിൽ നിന്ന് വരട്ടെ, പിന്നെ സൂര്യ വരണം. അവനോടാണ് ആദ്യം അഭിപ്രായം ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെപ്പറ്റി തീരുമാനിക്കാം. ഞാനിത് ഉറപ്പിച്ചു, എന്നാലും അവനോട് പറയണം, അതല്ലേ മര്യാദ. ഓ, ഈ തനു എവിടെ പോയി? ആ, അപ്പോട്ടാ അച്ഛനെ കണ്ടായിരുന്നോ? അടി, ഞാൻ അച്ഛനെ കണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പരാതി പറഞ്ഞു. എൻ്റെ തിരക്കതങ്ങനെ, പിന്നെ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ എനിക്ക് സമയമില്ലെന്ന്. എന്തായാലും നമുക്കിന്ന് വൈകിട്ട് 2 പേർക്കും കൂടെ അങ്ങോട്ട് പോയേക്കാം. അല്ല, ഇപ്പം തന്നെ പോയേക്കാം, എന്നിട്ട് വൈകിട്ട് തിരിച്ച് വീട്ടിലെത്താം. പിന്നെ അവിടെ നിൽക്കണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആ, നിങ്ങൾ 2 ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അന്നദാനത്തിൻ്റെ എല്ലാം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ തനുവിനെ കണ്ടായിരുന്നോ? അവിടെ ഞാൻ കുറേ നേരം നോക്കുന്നു, കണ്ടില്ല. ആ, അത് ശരിയാണല്ലോ, തനു ആണെങ്കിൽ ഇവളുടെ കൂടെ നിൽക്കുന്ന കണ്ടായിരുന്നു. എന്തേടി തനു? അയ്യോ, അതാണെങ്കിൽ ആ തെങ്ങുംതൊപ്പിൻ്റെ അവിടുത്തെ ഒരു മാവുണ്ട്, അങ്ങോട്ട് പോയി. ഇവളുടെ കുറെ മാങ്ങി എങ്ങോട്ട് ഒറ്റയ്ക്ക് പോരുതെന്ന് പറഞ്ഞ് കേൾക്കത്തില്ല. എടാ, നടയടച്ചില്ലേ, എന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. നീയും തനുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിലേക്ക് ചെല്ലുക കേട്ടോ. അമ്മ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. എത്ര നേരമായി ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. ഒരു ഏണി ഉണ്ടായിരുന്നെങ്കിൽ. തനു, യു ക്യാൻ, ഒന്നുകൂടെ ട്രൈ ചെയ്യും. കഴിഞ്ഞോ നിന്റെ ചാട്ടമൊക്കെ? കോരങ്ങന്മാരെ പോലെയുണ്ട് വർഗസ്നേഹം, അല്ലാണ്ട് എന്നെ പറയാനാ. എന്തായാലും നിനക്കത് എത്തത്തില്ലല്ലോ. സൂര്യനും ചന്ദ്രനും ഒക്കെ ഇപ്പം എന്നോട് വഴക്ക് പിടിക്കാൻ വന്നേക്കാണോ? അയ്യോ മഴ. താനിത് കാണിക്കാൻ താഴെ നിർത്തുക. ആ, നിന്ന് പേടയ്ക്കാതെടി, നീ ആഗ്രഹിച്ചതല്ലേ, അത് പറിച്ചോ. സൂര്യ, എന്നെ വിട്. വിടണോ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ദേ, ആ കിടക്കുന്നതും കൂടെ പറിച്ചോ. ഞാൻ ഒന്നുകൂടെ നിന്നെ പൊക്കാം. വേഗം വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും മഴ നനയാതെ മാറി നിൽക്കണം. ഡോക്ടേഴ്സിനും മഴ നനഞ്ഞ പനി വരൂടിയതാ. നമുക്ക് ആ കുളിക്കടവിൻ്റെ അങ്ങോട്ടേക്ക് കയറി നിൽക്കാം, മഴ നനയില്ല. ഞാൻ കാണിച്ച എൻ്റെ പുറകെ വാ. നന്ദേട്ടാ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നെന്ന് പറഞ്ഞ അച്ഛൻ മുന്നറിയിപ്പൊന്നും ഇല്ലാണ്ട് വേഗം ഇവിടെ എത്തിയതിൻ്റെ പിന്നിൽ എന്തോ കാരണമില്ലേ? പിന്നെ ഇപ്പം വന്ന് അച്ഛൻ്റെ കൂടെ വന്നേക്കുന്ന ആ മോള്, ഇനി നമ്മുടെ സൂര്യക്ക് വല്ല വിവാഹാലോചനയായിട്ടാണോ അച്ഛൻ വന്നേക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി. ഇനി എങ്ങാനും അങ്ങനെ ഒരു തീരുമാനത്തോടെ അച്ഛൻ വന്നതെങ്കിൽ ഇനി സൂര്യയുടെ നമ്മുടെ തനുവിൻ്റെയും കാര്യം അറിയുമ്പോൾ എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓ എൻ്റെ ദൈവമേ. ഒന്നാമതെ അച്ഛനെ അറിയിക്കാതെ നടത്തിയേക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യയുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. സൂര്യക്ക് തന്നോട് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് തെറ്റല്ലല്ലോ. അച്ഛനാണെങ്കിലും സൂര്യനെ കാര്യം നടക്കില്ലല്ലോ. അച്ഛനെന്ത് തീരുമാനം മാത്രം ഇപ്പോൾ ഓർത്താൽ പോരെ. ആ, അത് മതി. ഓ, ഈ മഴയങ്ങ് തോർന്ന് ഈ കുട്ടികൾ തന്നെ 2 പേരും വരാത്തത്. നന്നായിട്ട് നനഞ്ഞ്. എന്താടി ഉണ്ടക്കണി ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, മഴ തോർന്നില്ല, നമുക്ക് വീട്ടിൽ പോകാം. ആ, ബാ, നീ നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഉത്സവപ്പറമ്പിലൊക്കെ വരുന്നത് കൊള്ളാം. എൻ്റെ കൺവെട്ടത്തു നിന്ന് നീ ഒരു നിമിഷം പോലും മാറി നിന്നേക്കില്ല. തനിച്ചെങ്ങോട്ടും പോകുകയും ചെയ്യില്ല. അമ്മ ആണെങ്കിൽ 2 ദിവസം ഇനി അമ്മൂൻ്റെ വീട്ടിലായിരിക്കും. ഒന്ന് പോടാപ്പാ, നീ പറഞ്ഞേക്കാൻ ഞാൻ അറിഞ്ഞിട്ട് കേട്ടിയോളൂ. ഓ ഓ, ഗുഡ്. സ്വന്തം നാക്ക് ചതിച്ചല്ലോടി മോളെ താനു. ഞാൻ ആരാന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് തെളിയിച്ചു തരാം. നീ ഇപ്പം നടക്ക വീട്ടിലേക്ക്. വാടോ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? യാത്രക്ഷീണമൊക്കെ ആയിട്ട് ഞാനകത്ത് റെസ്റ്റ് എടുക്കാൻ പോയെന്ന്. ഉത്സവം നടക്കുന്നിടത്തേക്ക് വൈകിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്.
ഏയ് ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിയില്ല. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ നടക്കാമെന്ന് വെച്ച്. അനന്തിന് ഒറ്റ മോനല്ലേ? അതെ, എനിക്ക് ഒന്നേ ഉള്ളൂ, സൂര്യ. അത് തന്നെ ധാരാളമാ. ആണല്ലേ? പിന്നെ നിങ്ങളൊക്കെ ആയിട്ടൊരു ബന്ധം എന്ന് പറയുന്നത് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതുപോലെ എനിക്ക് തോന്നുന്നത്. എടോ, താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധം? അത് ഞാനെന്താ, അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സൂര്യയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ മോളെ ഞാൻ ആലോചിച്ചേക്കുക. ആ കുട്ടി ഇവിടെ വന്നേക്കുന്നത് നന്നായിട്ട് പഠിച്ച് നല്ലൊരു ഡോക്ടറാണ്. അപ്പം പിന്നെ നമ്മുടെ സൂര്യയ്ക്കും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പം മാരേജ് കഴിഞ്ഞെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അവിടെ സെറ്റിലാവാം. മുത്തച്ഛനോ? ദൈവമേ, എന്ത് മുത്തച്ഛൻ ഇപ്പൊ പറഞ്ഞത്? താനോ കേട്ടിട്ടില്ലേ അവളെ താനങ്ങാതെ നിൽക്കുന്ന? സൂര്യ, എന്താ അവിടെ തന്നെ നിൽക്കുന്ന? ബാ മോനെ സൂര്യ, നീ എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? മഴ തന്നെയാണോ നീ വന്നത്? നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ മോനെ, നീ പോയിട്ട് ഒരു വിവരം ഇല്ലല്ലോടാ. നീ മുത്തശ്ശനെ മറന്നോ? അന്നദാനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സമയം പോയി. എന്താ മുത്തശ്ശനാണെങ്കിൽ മുന്നറിയിപ്പൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വന്നത്. എനിക്കെൻ്റെ മോളെ കാണാൻ വരണമെങ്കിൽ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണോടാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ഗുഡ് ന്യൂസാണ്. നീയാണെങ്കിൽ കുളിച്ചിട്ട് വാ. ശരി മുത്തശ്ശ, ഞാനിപ്പം വരുന്നു. ആ സൂര്യ, അതിരിക്കട്ടെ, ഇതാരാ നിന്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി? അതച്ചാ ലക്ഷ്മിയുടെ മോള. എന്നോട് ക്ഷമിക്കും സൂര്യ നീ. ആണോ? ഉള്ളത് പറയാലോ. അവനെന്താ, പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ കെട്ടഴിച്ച് വിടുന്നത് ശരിയല്ല. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെയാണ്. സാറിൻ്റെ ഈ ചിന്താഗതിയോട് ഞാൻ യോജിക്കുന്നില്ല. പെൺകുട്ടികളെ നമ്മൾ പട്ടിയെപ്പോലെ പൂട്ടിയിട്ടല്ല വളർത്തേണ്ടത്. അവരെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കണം. ബാ തനു, എൻ്റെ തല ഞാൻ തുറന്നു തരാം. ബാ. ഡാ അപ്പു, ഇടയ്ക്കെങ്കിലും എൻ്റെ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചേക്കണേ. എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നിട്ട് ഇപ്പം നിനക്ക് അവളെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ പോലും സമയമില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, സ്കൂളിലെ തിരക്കായത് കൊണ്ടാണ്. എന്തായാലും ഇനി 2 ദിവസം ഞങ്ങൾ ഇവിടെയാ. രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ? അമ്മ ഇവിടെ കഴിക്കാൻ എടുത്തു. വാ, രണ്ടുപേരെ വിളിക്കാൻ പറഞ്ഞു വിട്ടതന്നോട്. ശരി എൻ്റെ കുഞ്ഞേ, ബാടാ അപ്പു, കഴിക്കാൻ പോകാം, വാ. നിനക്കെന്നെ പറ്റി ലക്ഷ്മി, നിന്റെ മുഖാനെ വേർതിരിക്കാൻ മാത്രം ഉണ്ടല്ലേ ഇവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ. എനിക്ക് അച്ഛനെ മോളെ അത്ര പിടിച്ചില്ല. ഇത് ഏട്ടത്തിക്കൊരു തലവേദനയാകുമെന്ന് എനിക്ക് തോന്നുന്നത്. എടിപിടിന്ന് തനുവിൻ്റെ കല്യാണം ഇപ്പം നടത്തണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. ലക്ഷ്മി, നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. ഈ ഉത്സവം കഴിയുന്നവരെ നീ എനിക്ക് കുറച്ച് സാവകാശം താ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തായാലും തനു തന്നെ എൻ്റെ മരുമോള്. എന്താ നോക്കുന്ന? താഴെ അയാൾ പറഞ്ഞത് കേട്ടല്ലോ. മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളേ വീണാലും കേട് ഈ ഇലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. മോളെ മാങ്ങാപ്പഴവേ, നീ എൻ്റെ ഭാര്യയാണോ അതോ ആ കിളവൻ്റെ ഭാര്യയോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഈ മുള്ളു വന്ന് വീണിട്ട് ഈ നിൽക്കുന്ന ഇലയ്ക്ക് എന്തെങ്കിലും പറ്റിയ ആ കേട് ഞാനങ്ങ് സഹിച്ച്. ഓഹോ ഡോക്ടറെ, അങ്ങനെ കേട് വരുത്തിക്കാൻ പാകത്തിനുള്ള മുള്ളു തൻ്റെ കയ്യിലുണ്ടോ? എടി തനുവേ, നീ ഇപ്പം എന്താടി ചോദിച്ചത്? നിനക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ തീർത്തു തരാം. പിന്നെ പടുത്ത് നിന്ന് മോൾക്ക് പെറാനേ സമയം കാണത്തുള്ളൂ. അതിന് വെച്ച് മാങ്ങ നീ അങ്ങ് ഉപ്പിലിട്ട് വെക്ക് കേട്ടോ. മാങ്ങ ഉപ്പിലിടണോ എവിടെ ഇടണോന്ന് ഞാൻ തീരുമാനിച്ചോളാം, കേട്ടോടി. എന്തിനാ അടുത്തേക്ക് വരുന്ന? തനു, നിനക്ക് കുറച്ച് സ്നേഹത്തിൻ്റെ കുറവുണ്ട്. കണ്ണ് തുറക്കടി തനു. ഇനി മേലെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നീ വന്ന് നിൽക്കില്ല. ഒന്നാമത് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കൊതിയ, പിന്നെ കൺട്രോൾ കിട്ടിയില്ല. എന്നെ പറയരുത് പിന്നെ. എനിക്ക് ഡ്രസ്സ് മാറണം. ഓക്കെ ഓക്കെ, ഞാൻ താഴേക്ക് പോവാ, നീയും വാ. എന്താടാ, എന്താ നീ ഇവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ?
താഴെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. നിങ്ങളെ വിളിക്കാൻ ഞാൻ വന്നതാ. തനു തൻവി, അതാ അവളുടെ പേര്. അവൾ വന്നോളും, നീ നടക്ക. എന്ത് പറ്റിയാ പോയിട്ടാ? വലിയ ആലോചനയിലാണല്ലോ. എനിക്ക് അഭിത്താനും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു മിസ്സിങ്. എന്നെ രാവിലെ സൂര്യ വിളിച്ചായിരുന്നു. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നേരിട്ട് പോയാലേ അറിയത്തുള്ളൂ. അയ്യോ, എന്നെ പറ്റി അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് വീട്ടിൽ പോയാലെന്നെങ്കിൽ? ഏയ് അത് വേണ്ട, ഇന്നും കൂടെ നിൽക്കാൻ വന്നതല്ലേ. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അവനെ കണ്ടോളാം. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല. ഇന്നാണെങ്കിൽ അവൾ അമ്പലത്തിൽ വരുന്നില്ലെന്ന് പറഞ്ഞല്ലേ. ഏട്ടനെ കാണുന്നില്ലല്ലോ. ഏട്ടനാണെങ്കിൽ വന്നോളും തരൂ. പിന്നെ എനിക്ക് കമ്മിറ്റിക്കാരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നീ വന്നെങ്കിൽ വീട്ടിൽ പോകണം. അവിടെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി നടക്കരുത്. അല്ലെങ്കിൽ എൻ്റെ കൺവട്ടത്ത് തന്നെ ഇവിടെ കാണിട്ടിരിക്കണം. ഹലോ സൂര്യ, എന്നെ മനസ്സിലായോ? ഞാൻ ഇന്നലെ തൻ്റെ വീട്ടിൽ വന്ന ആ ഗസ്റ്റ്. പിന്നെ സൂര്യ, എനിക്ക് സൂര്യയോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. ഓ, ഇതാണോ മുതൽ? ഇന്നലെ ഇവിടെ റൂമിനകത്ത് അടയിരിക്കാൻ വേദണ്ട് കാണാൻ പറ്റിയില്ല. ഇവൾക്ക് തീരെ ജലസില്ലല്ലോ. എടാ സൂര്യ, ഞാൻ എത്തി. ബാ, കമ്മിറ്റി ഓഫീസിലേക്ക് പോകാം. ഇതാരാടാ? ഞാൻ സൂര്യയുടെ ഫിയാൻസിയാ. നിങ്ങളാരാ? ഫിയാൻസിയോ? ഞാനാണെങ്കിൽ സൂര്യയുടെ കസിൻ ബ്രദറാ. എടി തൻവി, കല്യാണത്തിന് ശേഷം തന്നെ ഇന്നാണല്ലോ കാണുന്നത്. ഇതെന്താ നീ സിന്ദൂരൊന്നും തൊടാത്ത? അത് പിന്നെ ഞാൻ വാട്ട്, തൻവി മാരീഡ് ആണോ? അതാരും പറഞ്ഞില്ലല്ലോ. എന്നിട്ടെന്താ തൻവി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവാതെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന? എന്തി തൻവിയുടെ ഹസ്ബൻഡ് ആരാ? അത് പിന്നെ ഞാൻ മാരീഡാ. എൻ്റെ ഹസ്ബൻഡ്. ഞാനാ തൻവിയുടെ ഹസ്ബൻഡ്. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ കല്യാണം.